മൺചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 125 ml നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ചെറുതായി അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് ഒരു തിക്ക് ഗ്രേവി അച്ചാറിനുണ്ടാകും. ഇത് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കിത് തീ കുറച്ച് വെച്ച് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില. നമുക്ക് കാന്താരി മുളകിന് പകരം മുഴുവൻ പച്ചമുളക് വേണമെങ്കിലും ചെറുതാക്കി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇത് വഴന്ന് വന്ന ശേഷം ഗോൾഡൻ ബ്രൗൺ കളർ ആവും. അതിനുശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കായംപൊടി, പിന്നെ ഉപ്പ് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. പൊടിയൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം 125 ml വെള്ളം ചേർത്തിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 50 ml വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് 3 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ കൂട്ടാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വൃത്തിയുടെ പാത്രത്തിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇത് പുറത്തുതന്നെ ഇരിക്കും, ഒരു പെട്ടെന്ന് കേടാവത്തില്ല. അധികം സമയം ഇരിക്കണമെങ്കിൽ എണ്ണയുടെ അളവ് കൂട്ടിയാൽ മതി.